തൃശൂർ മാളയിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിച്ച 6 വയസ്സുകാരനെ അയൽവാസി കൊലപ്പെടുത്തി. കൂഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ ഏബലിനെയാണ് വീടിന് സമീപത്തെ പാടശേഖരത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മോഷണക്കേസ് പ്രതിയും കുട്ടിയുടെ അയൽവാസിയുമായ തിരുമുക്കുളത്തെ വീട്ടിൽ ജോർജ് എന്ന 22 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ വിവരം അമ്മയോട് പറയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ കുട്ടിയെ മുഖം പൊത്തിപ്പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ് ഏബൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 വീടിന് സമീപത്ത് നിന്ന് ഏബലിനെ കാണാതായത്. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ കുട്ടി തിരിച്ചെത്താത്തതിനാൽ വീട്ടുകാർ മാള പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലാണ് രാത്രി 9:30 ഏബലിന്റെ മൃതദേഹം ചെളിയിൽ പൂണ്ട നിലയിൽ വീടിനടുത്തുള്ള പാടശേഖരത്തിലെ കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. മോഷണക്കേസ് പ്രതിയായ ജോജോ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. കുട്ടിക്കൊപ്പം നാട്ടുകാർ ജിജോയെ പാടശേഖരത്തിൽ കണ്ടിരുന്നതാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഇയാൾ കുട്ടിക്കൊപ്പം നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. കുട്ടിക്കായുള്ള തിരച്ചിൽ ജോജോയും ഒപ്പം ചേരുകയും ചെയ്തിരുന്നുവെന്ന് റൂറൽ SP V കൃഷ്ണകുമാർ IPS പറഞ്ഞു. അതേസമയം ഇയാൾ കുട്ടിയുള്ള സ്ഥലത്തു നിന്നും നാട്ടുകാരുടെയും പോലീസിന്റെയും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിച്ചതെന്നും റൂറൽ SP വ്യക്തമാക്കി. മാള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹം വെള്ളിയാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. വീടിനടുത്താണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഈ പ്രതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. 22 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ വീട് ഒരു 250 മീറ്റർ അടുത്താണ്. ഈ കുട്ടികളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്യും. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി. മനസ്സിലായി. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുന്നു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മുഖം പൊട്ടി പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുളത്തിലിട്ട് കൊന്നുകൊണ്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. കുറച്ച് കാര്യം കൂടെ വെരിഫൈ ചെയ്യാനുണ്ട്. ഇത് കാര്യക്ഷമമായി പോലീസ് കൃത്യസമയത്ത് എത്തി. നമുക്ക് സംശയം തോന്നി ഇവരും തെരച്ചിൽ കൂടിയിരുന്നു അല്ലേ? നമ്മള് ഈ സംഭവം നടന്ന് 5 മിനിറ്റിനകത്ത് പോലീസ് എത്തിയിട്ട് ഇയാൾ ആ തിരച്ചിൽ ഇയാൾ ഈ നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തിരയുന്നത്. ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത്, അത് വിശാലമായ പാടമാണ്, ഒരുപാട് സ്ഥലമുണ്ട്. പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട്. പിന്നെ ഇയാളെ കുറിച്ച് നമ്മൾ നോക്കി ഒരു CCTV നമുക്ക് ഉണ്ട്. ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു CCTV. അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നു മനസ്സിലായി. നമ്മുടെ പോലീസ് അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. അത് ഇയാൾ സംബന്ധിച്ച് പറഞ്ഞില്ല. അയാൾ പറഞ്ഞു കുട്ടി എന്നോട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുട്ടി പോയി, ഞാനങ്ങ് പോയത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ സ്വാഭാവികമായിട്ടും ഇയാൾ മോർസ്റ്റൽ സ്കൂളിൽ നേരത്തെ കിടന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കുറ്റകൃത്യത്തിൽപ്പെട്ട് മോർസ്റ്റൽ സ്കൂളിൽ കിടന്ന്. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഇത്രയും കൂടെ ചേർന്ന് വന്ന് അയാളെ നമ്മൾ നല്ലതുപോലെ ചോദിച്ചിട്ട് അവസാനം അയാൾ ബ്രേക്ക് ചെയ്തതാണ്.